മിമിക്രി മത്സരം കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ മിമിക്രി മത്സരത്തിന്റെ പ്രത്യേകത നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാകുമോ ഇത്തവണ എന്നുള്ളതാണ്. മിമിക്രിയിൽ നമ്മൾ ഉറ്റുനോക്കുന്നത്. കാരണം കേട്ട് പഴകിയ ശബ്ദങ്ങളായിരിക്കും, പുതിയ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. അങ്ങനെ മിമിക്രി വേദിയിലേക്ക് പുതിയതും തേടി പോയത് മറ്റാരുമല്ല, നമ്മുടെ ഇന്ദുലേഖ രേണുവാണ്. ഇന്ദു കൂടെ 2 മിമിക്രി കലാകാരന്മാരുണ്ട്. ജെൻസി മിമിക്രി അവതരിപ്പിക്കുമ്പോൾ മാറ്റങ്ങളുണ്ടോ അതോ മില്ലേനിയംസ് ഒക്കെ അവതരിപ്പിച്ചത് കണ്ടിന്യൂ ചെയ്യാണോ ജെൻസിയും? അക്ഷയ, ഞാനിവിടെ തുടക്കം തൊട്ടത് ആ കർട്ടൻ ഉയരുമ്പോൾ തൊട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എന്ത് വെറൈറ്റിയാണ് വരുന്നതെന്ന്. പക്ഷേ തുടക്കത്തിൽ തന്നെ പതിവ് നമ്മൾ കാണുന്ന കാഴ്ച കോഴി കൂവിക്കൊണ്ടാണ് ഇത്തവണയും മിമിക്രി വേദി ഉണർന്നത് എന്ന് പറയാം. എൻ്റെ കൂടെ 2 മിമിക്രി കലാകാരന്മാർ. ഇന്ന് 14 കുട്ടികൾ മത്സരിച്ചിരുന്നു. അതിൽ 13 പേർക്ക് എ ഗ്രേഡും 11 പേർക്ക് എ ഗ്രേഡും 3 പേർക്ക് ബി ഗ്രേഡുമാണ് കിട്ടിയത്. അതിൽ എ ഗ്രേഡൊക്കെ വാങ്ങിയ 2 മിടുക്കന്മാർ ഇവരിന്ന് വേദിയിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് പറയാമല്ലോ, ഇന്ന് ഈ ബീറ്റ് ബോക്സിൻ്റെയും അതുപോലെ തന്നെ DJ ഒക്കെ ഒരു സമയമാണ്. അതിന് വേദിയിൽ ഇന്ന് നിറഞ്ഞ കയ്യടിയായിരുന്നു. അങ്ങനെ നിറഞ്ഞ കയ്യടി വാങ്ങിയ 2 മിടുക്കന്മാരാണ് ഇന്ന് കൂടെയുള്ളത്, വാസുദേവും ഗൗതം കൃഷ്ണൻ. അപ്പം നമുക്ക് അവരുടെ വിശേഷങ്ങൾ ആദ്യം ഒന്ന് ചോദിച്ചറിയാം. 2 പേരും എവിടുന്നാ വരുന്നത്? ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന്. ഞാൻ കൊല്ലത്തുനിന്ന്. അപ്പോൾ ഇന്നത്തെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ പ്രതീക്ഷിച്ച് വന്നത്ര ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നോ അതോ വേദിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് റിലാക്സ്ഡ് ആവാൻ പറ്റിയോ? ഇത്തിരി ടൈറ്റ് ഇല്ലായിരുന്നു, റിലാക്സ്ഡ് ആകാൻ പറ്റിയിട്ടുണ്ട്. സ്റ്റേജിൽ കയറിയപ്പോൾ കുഴപ്പമില്ലാത്തൊരു മത്സര രീതിയായിരുന്നു ഇന്നത്തെ കാലം. ഇപ്പം പണ്ടത്തേനേക്കാളും കുറച്ചുകൂടെ വെറൈറ്റീസ് മാക്സിമം ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം കുറച്ചുകൂടെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് ആവർത്തന വിരസത കുറവായിരുന്നു. ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവരെ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇവരുടെ ഒരു ഐറ്റം കാണാതെ നമുക്ക് പോകാൻ പറ്റും. ഞാൻ ഇന്ന് പറഞ്ഞു, ഇന്ന് തുടക്കം തൊട്ട് 14 പേരിൽ 11 പേരും ഇന്ന് ഇവിടെ എടുത്തൊരു ഐറ്റമാണ് കോഴി. പക്ഷെ ആ കൂട്ടത്തിൽ വെറൈറ്റി ആയിട്ട് ഇയാളാണ് കോഴിയെ കൊണ്ട് DJ പാടിച്ചത്. അതെങ്ങനെയാണെന്ന് പ്രേക്ഷകർ കൂടി ഒന്ന് കാണിച്ചു തരാം. ഒരു കോഴി കൊക്കുന്ന ശബ്ദത്തിൽ നിന്ന് ഒരു DJ വലിച്ചതാൽ എങ്ങനെ നോക്കാം. ഇതാണ് സംഭവം. അത് വെറൈറ്റി ആയിരുന്നില്ല. കാരണം നമുക്കറിയാം മിമിക്രി വേദിയിൽ നമ്മൾ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് കോഴി എത്താറുള്ളതാണ്. കോഴി തീവണ്ടിയൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ കാതുകളിലേക്ക് എത്തുന്ന ഒരു ശബ്ദമാണ് മിമിക്രി വേദിയിൽ. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് കോഴിയെ കൊണ്ട് ആൾ DJ പാടിച്ചിട്ടുണ്ട്. കോഴിയെ കൊണ്ട് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. അതുകൂടി ഒന്ന് കേട്ട് നോക്കാം. അതായത് ഒരു ജാതി പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി മഞ്ഞ മഞ്ഞ മഞ്ഞക്കിലൂടെ മൂളി. അതെന്തായാലും കൊള്ളായിരുന്നല്ലേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആളും ഇതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ട് വന്നാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും കുറച്ചധികം താരമായി നിൽക്കുന്ന ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഭയങ്കര ഹിറ്റായ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിലെ ഒരാളെയും കൊണ്ട് ഇന്ന് വേദിയിലെത്തിയ ആളായിരുന്നു വസുദേവ്. അപ്പോൾ വസുദേവിന് ആരുടെ ശബ്ദമാണ് ഇമിറ്റേറ്റ് ചെയ്യാനുള്ളത്? ഞാൻ അനീഷിൻ്റെ സൗണ്ടാണ് ചെയ്യുന്നത്. അനീഷിൻ്റെ ഫേമസ് ആയ 2 ഡയലോഗ് ഉണ്ട്. അതിലൊന്നാണ് സുപ്രഭാതം ബിഗ് ബോസ്. അപ്പോൾ സുപ്രഭാതം ബിഗ് ബോസിൽ നിന്നൊരു DJ ആണ്. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. വേറൊരു ഡയലോഗാണ് കണ്ണടച്ച് കിടക്കുന്നത്. സോ കണ്ണടച്ച് കിടക്കുന്നതിൽ നിന്നും മറ്റൊരു DJ. കണ്ണടച്ച് കിടക്കണ്ണ കണ്ടു, കണ്ണടച്ച് കിടക്കണ്ണ കണ്ടു, കണ്ണടച്ച് കിടക്കണ്ണ കണ്ടു, കണ്ണടച്ച് കിടക്കണ്ണ കണ്ടു. അപ്പോൾ കണ്ടില്ലേ, മൊത്തം DJ മ്യൂസിക്കും അതുപോലെ തന്നെ ബീറ്റ് ബോക്സും ഒക്കെ ആയിട്ട് ആകെ ഈ ഒരു വഴിയിൽ കൂടെ ഇത്തവണ കുറേ പുതിയ ഐറ്റംസ് വേദിയിലെത്തിയായിരുന്നു. മാത്രമല്ല കണ്ടുപഴകിയതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ മടുപ്പിക്കാത്ത തരത്തിലുള്ള കുറേ ഐറ്റംസ് വേറെയും എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആൺകുട്ടികളുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ മത്സരം കഴിഞ്ഞിട്ട് പെൺപുലികൾ വേദിയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. പെൺകുട്ടികളുടെ മത്സരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്ഷയ്, ഇതാണ് മിമിക്രി വേദിയിൽ നിന്ന് പറയാനുള്ളത്. അക്ഷയ് തുടക്കത്തിൽ ചോദിച്ചതുപോലെ തന്നെ അത് ഗംഭീരമായിട്ടുള്ള വെറൈറ്റികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് അത് ഗംഭീരമായിട്ടുള്ള വെറൈറ്റികൾ ഇല്ല എന്ന് തന്നെ പറയാമായിരുന്നു. പക്ഷെ ഇതുപോലെയുള്ള ഭംഗിയിൽ കുറേ DJ ഐറ്റംസ് ഒക്കെ വേദിയിലെത്തി നിറയെ. ഇന്ദു സൂചിപ്പിച്ച പോലെ തന്നെ ഈ വെറൈറ്റീസ് എന്ന് ചോദിച്ചാൽ വലിയ വെറൈറ്റീസ് ഒന്നും അല്ല, എങ്കിൽ പോലും കുറെ DJ മാത്രമുള്ള ഒരു മിമിക്രി ഒക്കെ അവതരിപ്പിച്ചിട്ട് വെള്ളാപ്പള്ളിനൊക്കെ രസമുണ്ടല്ലേ അവതരിപ്പിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട്. എന്നാലും അങ്ങനത്തെ കുറെ ഐറ്റംസ് കേട്ടായിരുന്നു നമ്മുടെ കുട്ടികൾ വേദി നിറഞ്ഞാടിയത്. 14 പേർ മത്സരിച്ചിട്ട് 11 പേർക്ക് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരാരും അത്ര ചെറിയ കുട്ടികളല്ല, ചെറിയ പുലികളുമല്ല.